സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഏടുകൾ മറിച്ചാൽ ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തെ അതേ ബ്രിട്ടീഷുകാരന്റെ ഭരണകൂട ഭീകരവാദത്തിൽ നിന്ന് മോചിപ്പിച്ചതെടുത്തുവെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ഇനിയും ആ ഭരണകൂട ഭീകരവാദത്തിന്റെ വക്താക്കൾ വന്നാൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പോരാട്ടം നടത്തി ആ അവസ്ഥകളെ മാറ്റിത്തെറിക്കാൻ നമുക്ക് സാധിക്കും. സർവേശ്വരനായ കരുണാമയനായ തമ്പുരാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമുക്ക് സാധിക്കണം. മാനവ സൗഹാർദ്ദത്തെ നമ്മൾ ഏറ്റെടുക്കണം. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരുപാട് മഹത്തുക്കളെ നമുക്ക് കാണാം. ഷഹീദ് അഷ്ഫഖുല്ലാ ഖാൻ എന്ന പേരുള്ള ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ജീവനർപ്പിച്ച ഒരു മഹാനായ മുസൽമാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ആര്യ സമാജത്തിന്റെ പ്രധാന വക്താവായിരുന്ന പണ്ഡിറ്റ് രാംപ്രസാദ് എന്ന പേരുള്ള ഒരു കവിയായിരുന്നത്രേ. എല്ലാ കാര്യങ്ങളും അവരൊന്നിച്ചിരുന്ന മശൂറ ചെയ്യുന്നത് ആരാ? ഷഹീദ് അഷ്ഫഖുല്ലാ ഖാനും പണ്ഡിറ്റ് രാംപ്രസാദും. അങ്ങനെയുള്ള അഷ്ഫഖുല്ലാ ഖാൻമാര് നമുക്കുണ്ടാകണം. പണ്ഡിറ്റ് രാംപ്രസാദുമാർ നമുക്കുണ്ടാകണം. അതേ എന്റെ സഹോദരങ്ങളെ, ഈ രാജ്യത്തെ ഭരണകൂട ഭീകരവാദത്തിനെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ അഷ്ഫഖുല്ലാ ഖാനെയും രാംപ്രസാദിനെയും ബ്രിട്ടീഷ് പട്ടാളം പിടിച്ചു. രണ്ടുപേരെയും അഷ്ഫഖുല്ലാ ഖാനെ ഫൈസാബാദിലെ കോടതിയിലേക്ക് കൊണ്ടുപോയി. അതേപോലെ രാംപ്രസാദിനെ ഗോരഖ്പൂരിലുള്ള കോടതിയിലേക്കും കൊണ്ടുപോയി. എന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ വർഗീയത കുത്തിനിറയ്ക്കാൻ ശ്രമിച്ചു. ചരിത്രത്തിൽ കാണാം, അഷ്ഫഖുല്ലാ ഖാന്റെ അടുക്കൽ അന്ന് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയായിരുന്ന ഒരു മുസ്ലിം നാമധാരിയായ ഒരു മുനാഫിക്ക്, മുസദ്ദിഖെ ഹസൻ എന്ന് പേരുള്ള ഒരു മുനാഫിക്കായ പട്ടാളക്കാരൻ വന്നിട്ട് വർഗീയത കുത്തിനിറയ്ക്കാൻ ശ്രമിച്ചു. അന്ന് അഷ്ഫഖുല്ലാ ഖാൻ ആ മുസദ്ദിഖെ ഹുസൈൻ എന്ന പേരുള്ള മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ആരോടാണടാ നീ പറയുന്നത്? ബ്രിട്ടീഷുകാരന് വേണ്ടി അടിമപ്പണി ചെയ്യുന്ന നിന്നെക്കാൾ എനിക്കിഷ്ടം ആര്യ സമാജക്കാരനായ എന്റെ സുഹൃത്തായ രാംപ്രസാദിനെ തന്നെയാ എന്ന് പറഞ്ഞതായ അഷ്ഫഖുല്ലാ ഖാന്റെ പിൻഗാമികളാകാൻ നമുക്ക് പറ്റട്ടെ. നമുക്കറിയോ സഹോദരങ്ങളെ, രണ്ടുപേരെയും 1927 ഡിസംബർ മാസത്തിൽ തൂക്കുകയറിലേറ്റുകയാ. അഷ്ഫഖുല്ലാ ഖാൻ ഫൈസാബാദിന്റെ തൂക്കുകയറിലും അതേപോലെ തന്നെ പണ്ഡിറ്റ് രാംപ്രസാദിനെ ഗോരഖ്പൂരിലെ തൂക്കുകയറിലും ഏറ്റു നിർത്തുമ്പോൾ ചരിത്രത്തിൽ ഇന്നും തങ്കലിപികളായി രേഖപ്പെടുത്തുകയാ. അഷ്ഫഖുല്ലാ ഖാൻ കൃത്യമായി ജയിലിൽ കടന്ന് നിസ്കരിച്ചു ഖുർആനോദി ജീവിച്ചിരുന്ന മഹാനുഭാവൻ കൊലക്കയറിനടുക്കലേക്ക് കടന്നു വന്ന് കൈവിലകളെ അഴിക്കാൻ പറഞ്ഞു. ആ കൈവിലങ്ങ് അഴിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ മുന്നിൽ തൂങ്ങിയാടുന്ന കൊലക്കയറിൽ പിടിച്ചതിലിങ്ങനെ തുരുതുരാ മുത്തം കൊടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ വെള്ളപ്പട്ടികളെ സാക്ഷി നിർത്തിയിട്ട് പറഞ്ഞു, പടച്ചവനെ, ഈ കൈകൾ കൊണ്ട് നീ ഇഷ്ടപ്പെടാത്തൊരു പ്രവർത്തനവും ഞാൻ ചെയ്തിട്ടില്ല. ഈ രാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ ജീവൻ കൊടുത്തത് എങ്കിൽ, ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചുവെങ്കിൽ, പടച്ചവനെ, എന്റെ മുൻഗാമികളായ മഹത്തുക്കൾ നിന്റെ പൊരുത്തത്തെ കരുതി ഈ രാജ്യത്തിന് വേണ്ടി ജീവാർപ്പണം നടത്തിയെങ്കിൽ നിന്റെ ഒരു പാവപ്പെട്ട അടിമയായ അഷ്ഫഖുല്ലയും നിനക്ക് ജീവിതം കൊടുക്കുന്നുവല്ല. കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഫൈസാബാദിൽ 1927 ഡിസംബർ മാസത്തിൽ അദ്ദേഹം തൂക്കുകയറിൽ തൂങ്ങിയാടുമ്പോൾ ഗോരഖ്പൂരിൽ അതേപോലെ രാംപ്രസാദിനെയും തൂക്കുകയറിലേറ്റുകയാ. അന്ന് തൂക്കുകയറിലേക്ക് കടന്നു വന്ന പണ്ഡിറ്റ് രാംപ്രസാദ് എന്ന ആര്യ സമാജക്കാരനായ പൂർണ്ണ ഹൈന്ദവ വിശ്വാസിയായ മനുഷ്യൻ പട്ടാളക്കാരോട് പറഞ്ഞു, ഇല്ലടാ, തീർന്നിട്ടില്ല. ഒരു രാംപ്രസാദിനെ തൂക്കിക്കൊന്നത് കൊണ്ട് ഇതിവിടെ അവസാനിക്കില്ല. ഒരു അഷ്ഫഖുല്ലാ ഖാനെ തൂക്കിക്കൊന്നാൽ ഇവിടെ അവസാനിക്കില്ല. കാലം സാക്ഷി പറയുന്നത് ഒരുപാട് പണ്ഡിറ്റ് രാംപ്രസാദുമാർ ഇവിടെ ജന്മമെടുക്കും, ഒരുപാട് ഷഹീദ് അഷ്ഫഖുല്ലാ ഖാൻമാർ ഇവിടെ ജന്മമെടുക്കും. എന്നിട്ട് വർഗീയയുടെ വിഷവിത്തുകളെ വലിച്ചെറിഞ്ഞുകൊണ്ട് മാനവ സൗഹാർദ്ദത്തിന്റെ മകുടോദാഹരണങ്ങളായിക്കൊണ്ട് ഭരണകൂട ഭീകരവാദത്തിനെതിരെ ശബ്ദമുയർത്തും എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിറ്റ് രാംപ്രസാദും അഷ്ഫഖുല്ലാ ഖാനും ഈ രാജ്യത്തിന് വേണ്ടി ജീവാർപ്പണം നടത്തിയെങ്കിൽ നമ്മിലൂടെ എന്റെ മുസ്ലിം സഹോദര, ഈ ഓരോ മുസ്ലിമിലൂടെയും ഷഹീദ് അഷ്ഫഖുല്ലാ ഖാൻ പുനർജന്മം എടുക്കട്ടെ. എന്റെ ഹൈന്ദവ സഹോദര, ഓരോ നല്ലവനായ ഹൈന്ദവനിലൂടെയും പണ്ഡിറ്റ് രാംപ്രസാദുമാർ ജന്മമെടുക്കട്ടെ. മാനവ സൗഹാർദ്ദത്തോടുകൂടി ഭരണകൂട ഭീകരവാദത്തിനെതിരെ നമുക്ക് കൈകോർക്കാം. നമുക്കറിയില്ലേ,